സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 50 വാക്യങ്ങളെ പറ്റിയാണ്. നമ്മൾ കുറേ സെഷൻസ് ചെയ്താണ് അല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനൊരു 1000 ലൈക്കാണ് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് ആ വാക്യങ്ങൾ എന്നുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ. എന്നെങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ? ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സ്റ്റുഡൻസിനോട് പറയാം അല്ലേ, പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് questions. പ്ലീസ് എപ്പോഴും ചേർന്ന് നല്ലതല്ലേ. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്താണ്, ഈ കണ്ണാടിക്ക് എത്ര രൂപയെന്ന് കഴിക്കും അല്ലേ. ഹൗ മച്ച് ഈസ് ഇറ്റ്, ഹൗ മച്ച് ഈസ് ഇറ്റ്, ഇറ്റ്സ് ചീപ്പ്, ഇറ്റ്സ് ജസ്റ്റ് 1000 rupees അല്ലെങ്കിൽ $1000 എന്നാണെങ്കിൽ നമുക്ക് പറയാം. ഹൗ മച്ച് ഈസ് ഇറ്റ്. ചുമ്മാ ഇരിക്കരുത് കേട്ടോ. ഡോണ്ട് സിറ്റ് ഐഡിൽ, ഡോണ്ട് സിറ്റ് ഐഡിൽ. തിരി കത്തിച്ചേ. പ്ലീസ് ലൈറ്റ് ദ ക്യാൻഡിൽ, പ്ലീസ് ലൈറ്റ് ദ ക്യാൻഡിൽ, പ്ലീസ് ലൈറ്റ് ദ ക്യാൻഡിൽ. അപ്പോൾ തിരി ഊതുക എന്നാണ് എങ്ങനെ പറഞ്ഞത്, തിരി ഒന്ന് ഊതിയാലോ കേട്ടോ. പ്ലീസ് ബ്ലോ അപ്പ് ദ ക്യാൻഡിൽ, പ്ലീസ് ബ്ലോ അപ്പ് ദി ക്യാൻഡിൽ. അങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, പ്ലീസ് പുട്ട് ഓഫ് ദി ക്യാൻഡിൽ എന്ന് വേണമെങ്കിലും പറയാം. പ്ലീസ് പുട്ട് ഓഫ് ദി ക്യാൻഡിൽ. എന്നാ പറ്റി? ഇപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ണാടി കണ്ടപ്പോൾ ചിലപ്പോൾ ചോദിക്കല്ലേ, സാർ എന്നാ പറ്റി, വാട്ട് ഹാപ്പൻഡ്. സിമ്പിളായിട്ട് ചോദിക്കല്ലേ, വാട്ട് ഹാപ്പൻഡ്. സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മൾ ആരെങ്കിലും പറയാം ബി കംഫർട്ടബിൾ. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട, ബി കംഫർട്ടബിൾ. എന്നെ ശല്യം ചെയ്യരുത് കേട്ടോ. ഡോണ്ട് അനോയ് മീ, ഡോണ്ട് അനോയ് മീ. ഇതിൽ തൊടരുത് കേട്ടോ, അല്ലെങ്കിൽ അതിൽ തൊടരുത്. ഡോണ്ട് ടച്ച് ഇറ്റ്, ഡോണ്ട് ടച്ച് ഇറ്റ്. നിനക്കിത് വേണ്ടേ? ഡോണ്ട് യു നീഡ് ഇറ്റ്, ഡോണ്ട് യു നീഡ് ഇറ്റ്, ഡോണ്ട് യു നീഡ് ഇറ്റ്. അവനെ വഴക്ക് പറയണ്ട കേട്ടോ. പ്ലീസ് ഡോണ്ട് സ്കോൾഡ് ഹിം, പ്ലീസ് ഡോണ്ട് സ്കോൾഡ് ഹിം. സ്കോൾഡാണ് വഴക്ക് പറയുക അല്ലേ. പ്ലീസ് ഡോണ്ട് സ്കോൾഡ് ഹിം. അവനെ നിർബന്ധിക്കണ്ട. ഡോണ്ട് കമ്പൽ ഹിം, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് കമ്പൽ ഹിം, ഡോണ്ട് കമ്പൽ ഹിം. എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. പേടിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് പറയാം അല്ലേ. ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി അഫ്രൈഡ്. കള്ളം പറയരുത്. ഡോണ്ട് ടെൽ ലൈസ്, ഡോണ്ട് ടെൽ ലൈസ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ഇറ്റ്, ഡു യു ലൈക്ക് ഇറ്റ്. വിഷമിക്കണ്ട. ഡോണ്ട് ബി സാഡ്, ഡോണ്ട് ബി സാഡ്. കോപിക്കരുത്. ഡോണ്ട് ബി ആംഗ്രി, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ബി ആംഗ്രി. അവൻ ഇച്ചിരി പ്രശ്നത്തിലാണ്. ഹീ ഈസ് ഇൻ ട്രബിൾ, ഹീ ഈസ് ഇൻ ട്രബിൾ, ഹീ ഈസ് ഇൻ ട്രബിൾ. ഭക്ഷണം വിളമ്പിക്കോ കേട്ടോ. പ്ലീസ് സെർവ് ദ ഫുഡ്, പ്ലീസ് സെർവ് ദ ഫുഡ്, പ്ലീസ് സെർവ് ദ ഫുഡ്. ഒരുപാട് കഴിക്കരുത് കേട്ടോ. ഡോണ്ട് ഓവർ ഈറ്റ്, ഡോണ്ട് ഓവർ ഈറ്റ്, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഓവർ ഈറ്റ്, പ്ലീസ് ഡോണ്ട് ഓവർ ഈറ്റ്. നീ മടുത്തോ? ആർ യു ടയർഡ്, ആർ യു ടയർഡ്. ബസ്സിൽ കയറൂ. പ്ലീസ് ഗെറ്റ് ഓൺ ദ ബസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഗെറ്റ് ഓൺ എന്നാണ് പറഞ്ഞത് അല്ലേ. പ്ലീസ് ഗെറ്റ് ഓൺ ദി ബസ്. ഇനി ഇപ്പോൾ കാറിൽ കയറാണെങ്കിലോ പ്ലീസ് ഗെറ്റ് ഇൻ ദി കാർ. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ സംസാരിച്ചാണ്. നമ്മളിപ്പോഴും ഒരു വാഹനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഐ എം ഓൺ ദ ബസ് ആണോ ഐ എം ഇൻ ദ ബസ് ആണെന്ന് നമ്മൾ സംസാരിച്ചാണല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, വാഹനം വലുതാണെങ്കിൽ എപ്പോഴും ഓൺ ആയിരിക്കും, ചെറിയ വാഹനമാണെങ്കിൽ ഇന്നായിരിക്കും എന്ന് മാത്രം ഓർത്താണ്. എപ്പോഴും ട്രെയിൻ എന്തായിരിക്കും, ട്രെയിൻ ഓൺ ആണോ ഇന്നാണോ? ട്രെയിൻ വലുതല്ലേ, അപ്പോഴെന്തായിരിക്കും ഓൺ. ഐ എം ഓൺ ദി ട്രെയിൻ അല്ലേ. എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ മുകളിൽ നിന്നല്ല, എൻ്റെ അർത്ഥം അർത്ഥം. ഓക്കെ, ഐ എം ഇൻ ദ കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ കാറിൻ്റെ അകത്ത് തന്നെയാണ് അല്ലേ. ഐ എം ഓൺ ദ കാർ എന്നപ്പോൾ ശരിയാണോ? ശരിയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും ആൾക്കാരൊക്കെ പറയുന്നത് ഇൻ ആണ്. കാരണം എന്താണ്, കാറ് ചെറുതാണ്, ബസ്സിനേക്കാളൊക്കെ ചെറുതാണ് അല്ലേ. ഒരു വാഹനം ചെറുതാണെങ്കിൽ ഇന്നും, വലുതാണെങ്കിൽ ഓണും, രണ്ടും അകത്ത് തന്നെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഞാൻ ട്രെയിനിലാണ് വന്നത്. ഐ കെയിം ബൈ ട്രെയിൻ. ഓക്കെ, ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലാണ് വന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബസ്സിലാണ് വന്നതെങ്കിൽ എങ്ങനെ പറയും, ഐ കെയിം ബൈ ബസ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ് ഇറ്റ്, ഐ വാസ് ഡൂയിങ് ഇറ്റ്, ഐ വാസ് ഡൂയിങ് ഇറ്റ്. അവർ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ആർ ദേ ഹാപ്പി, ആർ ദേ ഹാപ്പി, ആർ ദേ ഹാപ്പി. അവർക്ക് സുഖമല്ലേ? ആർ ദേ ഫൈൻ, ആർ ദേ ഫൈൻ. അവർ ദയുള്ളവരാണോ? ആർ ദേ കൈൻഡ്. നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകും, പ്രത്യേകിച്ച് ഒരു പിന്നെ ഇച്ചിരി സൗജന്യമൊക്കെ ഡിസ്കൗണ്ടൊക്കെ തരാമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവർ ദയുള്ളവരാണോ അതോ കണ്ണിച്ചോരയില്ലാത്തവരാണോ? നമുക്കെങ്ങനെ ചോദിക്കാൻ പറ്റും? ആർ ദേ കൈൻഡ്. അവർ ഇവിടെ ഉണ്ടോ? ആർ ദേ ഹിയർ, ആർ ദേ ഹിയർ, ആർ ദേ ഹിയർ. എനിക്ക് ഒരുത്തിനെയും പേടിയില്ല കേട്ടോ. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനി വൺ, ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനി വൺ, ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനി വൺ. ആരാണ് എൻ്റെ പുസ്തകം എടുത്തത്? ഹു ടുക്ക് മൈ ബുക്ക്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം അല്ലേ. ഹു ടുക്ക് മൈ ബുക്ക്. ഇങ്ങനെയാണ് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഗ്രാമറിലൊക്കെ അങ്ങനെ ചോദിക്കാം. ഹു ഡിഡ് ടേക്ക് മൈ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ. ഹു ഡിഡ് ടേക്ക് മൈ ബുക്ക്. ആരാണ് എൻ്റെ ബുക്ക് എടുത്തത്? പക്ഷേ സാധാരണ ചോദിക്കുന്നത് ഹു ടുക്ക് മൈ ബുക്ക് എന്നാണ് ചോദിക്കുന്നത്. ഈസ് ദിസ് ദാറ്റ് ബുക്ക്. ഈ ബാലരമയാണോന്നല്ലേ, ഇതാണോ ആ ബുക്ക്? ഈസ് ദിസ് ദാറ്റ് ബുക്ക്. അവരൊന്നും ചെയ്തില്ല. ഹി ഡിഡ് നത്തിങ്, ഹി ഡിഡ് നത്തിങ്. ഇതൊക്കെ എന്താണ്? വാട്ട് ആർ ദീസ്, വാട്ട് ആർ ദീസ്,
വാട്ട് ആർ ദീസ്? അതൊക്കെ എന്താണ്? വാട്ട് ആർ ദോസ്? ഇതൊക്കെ എന്നുള്ളത് ദീസ് ആണ് അല്ലേ. ദോസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ്? വാട്ട് ആർ ദോസ്? അത് സത്യമല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ. ദാറ്റ്സ് നോട്ട് ട്രൂ. ദാറ്റ്സ് നോട്ട് ട്രൂ. നമുക്കിപ്പോൾ ഇറങ്ങിയാലോ? നമ്മളൊരു വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും, നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഷാൽ വി ലീവ് നൗ? ഷാൽ വി ലീവ് നൗ? ഷാൽ വി ലീവ് നൗ? അത് ശരിയായിരിക്കും. ആ കേട്ട വാർത്ത ശരിയായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ട്രൂ. ഇറ്റ് മസ്റ്റ് ബി ട്രൂ എന്നുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ. ഇറ്റ് മസ്റ്റ് ബി ട്രൂ. അവരവിടെ ഇല്ലേ? ഇസൻ ഹി there? Isn't he there? ആരും അവിടെ ഇല്ല. Nobody is there. Nobody is there. ആരാ വിളിച്ചത്? Who called you? നമ്മൾ ചോദിച്ചു സാധാരണ ഫോൺ വരുമ്പോഴേ Who called you? ആരാണ് വിളിച്ചത്? Who called you? ആ ഷർട്ടിൻ്റെ കോളർ ഒന്ന് ശരിയാക്കിയിട്ട് പ്ലീസ് ഫിക്സ് യുവർ കോളർ. ഓക്കെ, ഫിക്സ് എന്നുള്ളതിന് 2-3 അർത്ഥമുണ്ട്. എന്താണ്? അത് ശരിയാക്കുക, നേരെ ഇടുക എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു ഫിക്സ് മൈ കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കാർ എന്തോ കേടായിട്ടൊക്കെയാണ്, എനിക്കത് നിർബന്ധമായിട്ട് അതൊന്ന് ശരിയാക്കണം എന്നുള്ളതാണ്. അവിടെ ഫിക്സ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നുള്ളതാണ്. ഇവിടെ നേരെ ഇടുക എന്നുള്ളൊരു അർത്ഥമാണ് അല്ലേ. പ്ലീസ് ഫിക്സ് യുവർ കോളർ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഓക്കെ, സാധാരണ സാഹിബ്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഹൗ ആർ യു എന്നുള്ളതിനേക്കാളും കൂടുതൽ ചോദിക്കുന്നത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? നീ എവിടെയായിരുന്നു? വേർ വെർ യു? വേർ വെർ യു? വേർ വെർ യു? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഷാൽ വി ബിഗിൻ? ഷാൽ വി ബിഗിൻ? അതെൻ്റെ കുഴപ്പമില്ല. ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. നീ വീട്ടിലുണ്ടോ? ആർ യു അറ്റ് ഹോം? ആർ യു അറ്റ് ഹോം? ആ വിൻസെൻ്റ് വിളിച്ചായിരുന്നു കേട്ടോ. വിൻസെൻ്റ് കോൾഡ് യു. വിൻസെൻ്റ് കോൾഡ് യു. ഗ്യാസ് തീർന്നു. ഗ്യാസ് ഈസ് ഓവർ. ഗ്യാസ് ഈസ് ഓവർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ തവണ ഉദ്ദേശിക്കുന്ന 1000 ലൈക്കിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.